മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ജനവികാരം കണക്കിലെടുത്ത് വേണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ എംപിയെ വഴിയിൽ തടഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ഉച്ചയിരുന്നത് ബിപിൻ സി വിജയൻ ഇവരുമായി ചേരുന്നു. രാത്രിയിലായിരുന്നു ഈ സംഭവം എന്ന് മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ വളരെ സൗഹൃദത്തോടെ ബെന്നി ബെഹനാൻ എംപി അവരുടെ തോളിൽ കൈയിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യമായിട്ട് രൂക്ഷമായ വാഗ്വാദങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? SKN കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ച ഓരോ ദിവസവും കഴിയുന്തോറും ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ അതിലൊരു അതൃപ്തി പൊതുവെ പ്രവർത്തകർക്കുണ്ട്. ഇവിടെ അത് വി.ഡി. സതീശന് എതിരാവരുത് എന്നുള്ളൊരു ആവശ്യമാണ് പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. ബെന്നി ബെഹനാൻ എംപി കുന്നത്തുനാട് മണ്ഡലത്തിലെ മുടിക്കൽ എന്നുള്ള സ്ഥലത്ത് ഒരു സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടി പോയതായിരുന്നു, സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു. ഈ സമയത്തായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്. അതായത് അത് ജനവികാരം കണക്കിലെടുത്ത് മാത്രമായിരിക്കണം മുഖ്യമന്ത്രിയുടെ തീരുമാനമുണ്ടാവുക. അതിൽ താങ്കൾക്ക് പറയാനുള്ളത് കൂടി താങ്കൾ പറയണം. ഒപ്പം തന്നെ അത് ആ തീരുമാനം വി.ഡി. സതീശന് എതിരാവരുത് എന്നൊരു ആവശ്യം കൂടിയാണ് ഈ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നുള്ളതായി തോളത്ത് കൈയിട്ടുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്രവർത്തകരെ അനുനയിപ്പിച്ച് അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ 2 ദിവസത്തെ ഒരു കൂൾ ടൈം ആയിരുന്നു ഈ ഫ്ലെക്സ് യുദ്ധവുമായി സംബന്ധിച്ച്. അതിനുശേഷം എറണാകുളത്ത് തന്നെ വി.ഡി. സതീശന് അനുകൂലമായും കെ.സി. വേണുഗോപാലിന് അനുകൂലമായിട്ടൊക്കെ ഫ്ലെക്സുകൾ വീണ്ടും ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ബെന്നി ബെഹനാൻ എംപിയെ തടഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.